സുരേഷ് ഗോപിയുടെ നിയമസഭ പാസാക്കിയ ബില്ലിനെ അറബിക്കടലിൽ എറിയണമെന്ന ആക്ഷേപത്തിനെ കടന്നാക്രമിച്ചു ജോൺ ബ്രിട്ടാസ്. ഇന്നലെ നിയമസഭയിൽ വഖഫ് ബിൽ പാസാക്കുന്നതിനിടെയാണ് ഈ ബില്ല് പാസാക്കി കഴിഞ്ഞാൽ കേരള നിയമസഭയിൽ പാസാക്കിയ ബില്ലിനെ അറബിക്കടലിൽ എറിയണമെന്ന് സുരേഷ് ഗോപി ആക്രോശിച്ചത്. ഇതിനെതിരെ ജോൺ ബ്രിട്ടാസ് മറുപടി പറഞ്ഞത് ബൈബിളിലെ അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്ന വാചകം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. രണ്ട് കേരളത്തിലെ എംപിമാർ ലോക്സഭയിൽ വന്നിരുന്ന എന്ത് വിഡ്ഢിതമാണ് വിളിച്ചു പോകുന്നതെന്നാണ് ജോൺ ബ്രിട്ടാസ് ചോദിച്ചത്. ഒരു മന്ത്രിസഭ പാസാക്കിയ ബില്ലിനെ അറബിക്കടലിൽ എറിയുമെന്നൊരു മന്ത്രി പറയുക. അങ്ങനെയാണെങ്കിൽ എത്രയോ സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലിരിക്കുന്നുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ മന്ത്രിസഭ പാസാക്കിയ ബില്ലിനെ ഒക്കെ അറബിക്കടലിലോ ഗംഗയിലോ മറ്റ് പുണ്യനദികളിലോ എറിഞ്ഞു കളയുമോ എന്നാണ് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നത്. ഇതൊരു മന്ത്രിക്ക് ചേർന്ന ഭാഷയാണോ എന്നാണ് ജോൺ ബ്രിട്ടാസ് ചോദിച്ചത്. സുരേഷ് ഗോപിയുടെ ഭാഷ ഇതിനേക്കാൾ മോശമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? സുരേഷ് ഗോപി സിനിമയിൽ ഉപയോഗിച്ചു വന്ന അതേ ഭാഷയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയിലെ തിരക്കഥ കേട്ട് സുരേഷ് ഗോപി ഇമാതിരി പറയുമ്പോൾ ഓഡിയൻസ് ഇരുന്ന് കൈയടിക്കുന്നുണ്ടാകും. പക്ഷേ പൊതുസമൂഹത്തിൽ ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടുന്നത് ചെകിടത്തായിരിക്കുമെന്നത് ഉറപ്പാണ്. എത്ര ധാർഷ്ട്യത്തിലാണ് സുരേഷ് ഗോപി ഇന്നലെ സഭയിൽ അലറിയും ഒച്ചവച്ചും സംസാരിച്ചത്. ഒരു രാഷ്ട്രീയക്കാരന് ചേർന്ന സംസ്കാരമോ രീതിയോ ആയിരുന്നില്ല അതെന്ന് കണ്ടു നിൽക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. കേരളത്തിലെ MP ആയി ലോക്സഭയിൽ ചെന്നിരുന്നിട്ടാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ഒറ്റുകൊടുക്കാനുള്ള ബില്ലിൽ ഒപ്പുവെക്കാൻ സിനിമാ സ്റ്റൈൽ പ്രഹസനമൊക്കെ സുരേഷ് ഗോപി നടത്തിയതെന്ന് ഓർക്കണം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയം ജോൺ ബ്രിട്ടാസ് സഭയിൽ ഉന്നയിച്ചപ്പോൾ സ്വന്തം മതത്തിനെയും മതത്തിൽപ്പെട്ടവരെയും ഒക്കെ തള്ളിക്കളഞ്ഞ് BJPയുടെ അനുഭാവിയായി നിൽക്കുന്ന ജോർജ് കുര്യൻ എമ്പുരാൻ നിർത്തലാക്കണമെന്നും അത് കുരിശിലും ക്രിസ്ത്യാനികൾക്കും എതിരാണ് എന്നുമാണ് വാദിച്ചത്. സ്വന്തം മതത്തിനെ ഒറ്റിയ യൂദാസ് ആണ് ഈ പറയുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ബോധമുണ്ടെന്നാണ് ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തത്. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആകെ ഇല്ലാതാക്കുന്ന അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വഖഫ് ബില്ലിനെതിരെ ഇന്നലെ സഭയിൽ ശബ്ദമുയർത്തിയ രണ്ടു പേർ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവരാണ്. ബാക്കിയുള്ളവരെല്ലാം അതിനെ അനുകൂലിച്ച് കൈയടിച്ചവരാണ്. കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മൗനം പാലിച്ചുകൊണ്ട് അതിന് മൗനാനുവാദം നൽകുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധി ആകട്ടെ സ്വന്തം സുഹൃത്തിന്റെ രോഗവിവരം എന്നൊരു കാരണവും പറഞ്ഞ് ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ ലോകസഭയിൽ നിന്ന് വിദഗ്ധമായി മുങ്ങി. ജോൺ ബ്രിട്ടാസിന്റെ സഭയിലെ മറുപടിക്ക് പുറമെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോടും സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഇട്ട് നല്ല കൊട്ട് ജോൺ ബ്രിട്ടാസ് കൊടുത്തിരിക്കുന്നത്.